മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി മഹാവികാസ് അഘാഡിയിൽ ഭിന്നത തുടരുകയാണ്. സഖ്യകക്ഷികളായ കോൺഗ്രസും എൻസിപിയുടെ ശരത് പവാർ വിഭാഗവും തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന കക്ഷിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതായിരിക്കും ഉചിതമെന്നാണ് ഇരു പാർട്ടികളുടെയും നിലപാട്. അതേസമയം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കണമെന്നും ആ വ്യക്തി എല്ലാ സഖ്യ അംഗങ്ങൾക്കും സ്വീകാര്യനും കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കാൻ കഴിവുള്ളവനുമായിരിക്കണമെന്നുമാണ് ശിവസേനയുടെ നിലപാട്. തെരഞ്ഞെടുപ്പിന് സീറ്റ് വിഭജനം സംബന്ധിച്ച് MVA നേതാക്കൾ തുടർച്ചയായി യോഗങ്ങൾ നടത്തുന്നുണ്ടെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കിയിരുന്നു. ചില സീറ്റുകൾ സംബന്ധിച്ച തർക്കങ്ങൾ ഒക്ടോബർ ആദ്യവാരമല്ലെങ്കിൽ രണ്ടാം വാരത്തോടെ തന്നെ പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. MVAയ്ക്കുള്ളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടി സ്വയമേവ മുഖ്യമന്ത്രി പദം ഉറപ്പിക്കുമെന്ന ധാരണയൊന്നുമില്ല എന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ സഖ്യത്തിലാണ്. അതിനാൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എല്ലാവർക്കും സ്വീകാര്യനായിരിക്കണം. മാത്രമല്ല, ത്രികക്ഷി സഖ്യ സർക്കാർ നയിക്കാൻ മതിയായ അനുഭവ പരിചയമുള്ളവനുമായിരിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം പ്രത്യേക ഫോർമുലകൾ ഒന്നും തന്നെ പാലിച്ചില്ല എങ്കിലും മഹാരാഷ്ട്രയിൽ 17 സീറ്റുകൾ മാത്രം നേടിയ NDAയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ തങ്ങൾക്ക് ആയിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കണമെന്നതാണ് തങ്ങളുടെ ഏക നിബന്ധന എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ നിന്നോ NCPയിൽ നിന്നോ പേരുണ്ടായാലും തങ്ങൾക്ക് കുഴപ്പമില്ല എന്നും, പക്ഷേ അത് എല്ലാവർക്കും സ്വീകാര്യമായിരിക്കണമെന്നും റാവത്ത് പറയുന്നുണ്ട്. സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ വിജയസാധ്യതയാണ് സീറ്റുകൾ അനുവദിക്കുന്നതിനുള്ള പ്രാഥമിക മാനദണ്ഡമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4 റൗണ്ട് മീറ്റിംഗുകൾക്ക് ശേഷം നിരവധി പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണെന്ന് വ്യക്തമാവുകയും ചെയ്തതാണ്. എന്നിരുന്നാലും അവ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നും, പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും MVA ആയി ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. സീറ്റ് മാറ്റുന്നത് പോലെയുള്ള കടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വരുമെന്നും, ഭരണഘടനാ വിരുദ്ധമായ ഈ മഹായുതി സർക്കാരിനെ മാറ്റി അധികാരത്തിൽ തിരിച്ചെത്തുക എന്നതാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ചില ചെറിയ ത്യാഗങ്ങൾ സഹിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നും 288 സംസ്ഥാന അസംബ്ലി സീറ്റുകളിൽ 200 എണ്ണത്തിൽ തങ്ങൾ ഇതിനോടകം ധാരണയിലെത്തിയിട്ടുണ്ട് എന്നും സഞ്ജയ് റാവത്ത് വ്യക്തമാക്കി. സീറ്റ് വിഭജന ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ സഖ്യം അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും പ്രചരണ തന്ത്രവും തയ്യാറാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചില സർവേകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ സർവേ ഫലങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് ഇത്തവണ സാധ്യത കൂടുതലാണ് എന്നാണ്. എന്നാൽ അതേസമയം തന്നെ BJPയെ സംബന്ധിച്ച് ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ മഹാരാഷ്ട്രയിൽ രൂപീകരിക്കുമെന്ന പ്രതിജ്ഞയിലുമാണ്. മാത്രമല്ല, NCPയെ സംബന്ധിച്ചും ഇതൊരു അഭിമാന പോരാട്ടം തന്നെയാണ്. വാശിയേറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിനാണെങ്കിലും NDAയ്ക്കാണെങ്കിലും ഒരുപോലെ അഭിമാന പോരാട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് എക്കാലത്തെയും തന്ത്രം തന്നെയാണ് ഇവിടെയും പയറ്റാൻ ഉദ്ദേശിക്കുന്നത്. തീർത്തും സംഘടനാപരമായ രീതിയിൽ അടിത്തട്ടിൽ ഇറങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ BJP മഹാരാഷ്ട്രയിൽ പയറ്റുന്നത് എങ്കിൽ, എന്നാൽ അതിനെ വെല്ലുന്ന വിധത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വീടുകൾ തോറും കയറി ഇറങ്ങിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും സംജാതമാകുന്നത്. അതായത് ഇരു വിഭാഗങ്ങളും സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം തന്നെ മാറി മറിയുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണ്. ഇന്ത്യ സഖ്യമാണെങ്കിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ഇന്ത്യ സഖ്യത്തിന് തങ്ങളുടെ വേരുറപ്പിക്കേണ്ട സമയവുമാണ്. ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്നത് തൊഴിലില്ലായ്മയും സ്ത്രീ സുരക്ഷയുമാണെങ്കിൽ ഇതേ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം, അഥവാ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇത്തവണത്തെയും പ്രചരണ ആയുധം.